കടൽക്കൊലക്കേസിൽ നാവികരെ ശിക്ഷിച്ചാൽ കൊല്ലപ്പെട്ട തന്റെ ഭർത്താവ് തിരിച്ചുവരില്ലെന്ന് മരിച്ച ജലസ്റ്റിന്റെ ഭാര്യ ഡോറ പറഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്കും തന്റെ ഭർത്താവിന്റെ ഗതി വരരുതേയെന്നും ഡോറ അഭിപ്രായപ്പെട്ടു. എന്റെ ഭർത്താവിനും കുട്ടികൾക്കും എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവരിച്ചിരി പൈസ നമ്മുടെ ഇറ്റാലിയൻ ഗവൺമെന്റും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും വില കിട്ടത്തില്ല. ഇപ്പൊ ഒരു ജീവന്റെ വിലയാ. ഇച്ചിരി പൈസ അതാ നികത്താനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനി ഭാര്യയ്ക്ക് ഭർത്താവില്ല, കുട്ടികൾക്ക് പിതാവില്ല. ഇനി ഇപ്പം പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു പാട്ടിനി വരരുത്. ഇങ്ങനെ വന്നാൽ അവരുടെ കുട്ടികളും അവരുടെ ഭാര്യമാരും എന്തായിരിക്കും അവർക്ക്? ഞാൻ സഹിച്ചതുപോലെ അവർ സഹിക്കത്തില്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മരിച്ച ഭർത്താവ് എനിക്കിപ്പം തിരിച്ചു കിട്ടത്തില്ല. ഇപ്പം അവരെ കൊന്നാലോ ശിക്ഷ കൊടുത്താലോ ഒന്നും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇപ്പം ഞാനൊരു ദൈവത്തിന്റെ എല്ലാം ആദ്യം ശ്രമിച്ചെന്ന് പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഇനി ഭർത്താവിന് ഇല്ല. ഇനി അവർക്ക് ശിക്ഷ കൊടുത്താലോ അവരെ കൊലക്കുറ്റം ചെയ്താലോ കൊലക്ക് കയറ്റിയാലോ ഇനി ഭർത്താവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവരങ്ങ് പോട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി കടലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കരുത്. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫയർ എഞ്ചിൻ ഓണാഘോഷത്തിന് നൽകിയ സംഭവത്തിൽ 6 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലാണ് നടപടി എടുത്തത്. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, നിയമലംഘനം, ചട്ടലംഘനം നടന്നു എന്ന പ്രാഥമിക നിഗമനത്തിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണോ നടപടി? പ്രജീഷ, അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷങ്ങൾക്കിടെ അഗ്നിശമന സേനയുടെ വാഹനം ദുരുപയോഗം ചെയ്തതിന് 6 ഫയർഫോഴ്സ് ജീവനക്കാരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടൂർ ഫയർഫോഴ്സ് യൂണിറ്റിലെ G ഗോപകുമാർ, B യേശുദാസൻ, PP പ്രദീപ്, S സോമരാജൻ, N രാജേഷ് കൂടാതെ K ശ്യാംകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്കും ഒപ്പമുണ്ടായിരുന്ന ഹോംഗാർഡിനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജില്ലാ അധികാരികൾക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോട്ടയം അസിസ്റ്റന്റ് സിവിൽ ഓഫീസർ റെജി V കുര്യാക്കോസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ജേക്കബ് തോമസ് നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട വാഹനത്തിന് മുകളിൽ അപകടകരമാം വിധം വിദ്യാർത്ഥികൾക്ക് കയറാൻ അവസരമൊരുക്കി എന്നത് വലിയ കൃത്യവിലോപമായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം വെള്ളം ഒഴുക്കിക്കളയാനുള്ള പൈപ്പുകളുടെ നിയന്ത്രണം വിദ്യാർത്ഥികൾക്ക് നൽകിയതും തെറ്റായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഫയർ എഞ്ചിൻ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷയ്ക്ക് ആധികാരികത ഇല്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേതെങ്കിലും സംഘടനയുടെ പേരിലോ കോളേജിന്റെ പേരിലോ അല്ല വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയത്. വെള്ള പേപ്പറിൽ ഒരു വിദ്യാർത്ഥി നൽകിയ അപേക്ഷയിൽ മേലാണ് ഫയർ എഞ്ചിൻ വിട്ടു നൽകിയത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ KSRTC അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണം വന്നിട്ടുണ്ട്. KSRTC ബസ് ആർക്കും വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടില്ല എന്നാണ് KSRTC അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇവർ കോളേജിന് മുന്നിലൂടെയുള്ള കടമ്പനാട് എന്ന സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ റൂട്ട് നടത്തിയിരുന്ന ബസ്സിലാണ് വിദ്യാർത്ഥികൾ കയറിയത്. കയറിയ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു എന്ന വാദമാണ് KSRTC മുൻപോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കോളേജ് അധികൃതർ കോളേജിനുള്ളിൽ ക്യാമ്പസിനുള്ളിൽ ആഘോഷ പരിപാടികൾ നടത്താൻ അനുവാദം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ റോഡിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതീഷ്, ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ബൈജുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കോളേജിലെത്തിച്ച് പോലീസ് തെളിവെടുക്കും. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി ജീപ്പ് പിടിച്ച് മരിച്ച സംഭവത്തിൽ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ ബൈജുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബൈജുവിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. പ്രതിയായ ബൈജുവിനെതിരെ സംഘം ചേർന്ന് കുറ്റകൃത്യം നടത്തിയതിന് IPC 343, 344, 349, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് IPC 304, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് IPC 201 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സംഭവത്തിൽ ബൈജുവിനെ കൂടാതെ ഇനിയും 7 പേർ കൂടി പ്രതികളാണ്. അവർക്കെതിരെയും സമാനമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 2002 അപകടത്തിൽ മരിച്ച അമിതാ ശങ്കറിന്റെ മരണത്തെ തുടർന്ന് കോളേജ് അധികാരികൾ ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിദ്ധീകരിച്ച സർക്കുലർ ഹാജരാക്കാൻ കോളേജ് അധികാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. സംഭവം നടന്ന ദിവസം വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരുന്നു എന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി നിർണായകമാവും.
ബൈജുവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്താൽ ആക്രമണമുണ്ടായേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാറ്റിവെച്ച തെളിവെടുപ്പ് എന്ന് നടത്തണമെന്ന് പോലീസ് തീരുമാനിച്ചിട്ടില്ല. ഇതിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും. പുതുതായി രൂപീകരിച്ച് 28 നഗരസഭകളിലേക്ക് പുതുക്കിയ വാർഡുകൾ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സർക്കാർ നിലപാട് ഉൾപ്പെടെ ചർച്ചയാകും. 2010 വാർഡുകൾ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് കമ്മീഷന്റെ നിലപാട്. വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ഇന്നത്തെ യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തോട് ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കുക? യോഗം ആരംഭിച്ചോ? പ്രജീഷ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും. ചർച്ച അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിൽ ആരംഭിക്കും. മുഖ്യമന്ത്രി എത്താൻ വൈകുന്നതുകൊണ്ടാണ് ചർച്ച വൈകുന്നത്. നേരത്തെ 5 മണിക്കാണ് ചർച്ച തീരുമാനിച്ചിരുന്നത്. ഹൈക്കോടതി അനുവദിച്ച 28 മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പുതുക്കിയ പട്ടിക അനുസരിച്ച് പുതിയ വാർഡിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ നേരത്തെ കത്തയക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്നാൽ ആ പുതുക്കിയ പട്ടിക അനുസരിച്ച് അല്ലെങ്കിൽ വാർഡ് വിഭജനം നടത്തി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. സമയത്ത് നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നവംബർ 1 പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ള പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ 2010 പട്ടിക അനുസരിച്ച് 2010 വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഈ 2 അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ 28 പുതിയ നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് പുതിയ പട്ടിക അനുസരിച്ച് നടത്തണമെന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കാൻ ഇടയാക്കിയത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് UDFും ഒപ്പം സർക്കാരും വഴങ്ങുകയാണ്. കോൺഗ്രസിൽ തന്നെ അഭിപ്രായമുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നടത്തണം എന്നുള്ള അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്, ഒപ്പം UDFിനുമുള്ളത്. അതേസമയം ലീഗിന്റെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വഴങ്ങുകയാണ് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അന്തിമമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെയായിരിക്കും. കാരണം അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൈരളി TV ജീവനക്കാരും ഓണം ആഘോഷിച്ചു. കൈരളി ടവറിൽ നടന്ന ഓണാഘോഷം മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തിരുവാതിരകളിയും അത്തപ്പൂക്കളം ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നടന്നു. രാവിലെ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് കൈരളി TVയിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ജീവനക്കാർക്ക് MD ഓണാശംസകൾ നേർന്നു. എന്തായാലും വളരെ സമൃദ്ധമായിട്ടുള്ള ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശംസ നേരുന്നു. തുടർന്ന് ജീവനക്കാരുടെ തിരുവാതിരകളി അരങ്ങേറി. ഇതിനുശേഷമായിരുന്നു വാശിയേറിയ മത്സരങ്ങൾക്ക് തുടക്കമായത്. ആദ്യം ഫ്ലോർ അടിസ്ഥാനത്തിൽ അത്തപ്പൂക്കളം മത്സരം. വർണ്ണാഭവും വ്യത്യസ്തവുമായ 7 അത്തപ്പൂക്കളങ്ങളാണ് നിരന്നത്. ഓണാഘോഷത്തിന് ആവേശം കൂട്ടാനായി ചെണ്ടമേളവും മാവേലിയും ഉണ്ടായിരുന്നു. അത്തപ്പൂക്കള മത്സരത്തിന് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യ. തുടർന്ന് മറ്റ് മത്സരങ്ങളായ കസേരകളിയും ലെമൺ ആൻഡ് സ്പൂണും വടംവലിയും ജീവനക്കാർക്ക് ആവേശം പകർന്നു. കൈരളി മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഗോളതലത്തിൽ വിപണികൾ തകർന്നതിനെ തുടർന്ന് രാജ്യത്തെ ഓഹരി വിപണി തകർന്നടിഞ്ഞു. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് 883 പോയിന്റ് ഇടിഞ്ഞ് 26,482-ലും നിഫ്റ്റി 258 പോയിന്റ് താഴ്ന്ന് 8,041-ലും എത്തി. രൂപയുടെ മൂല്യത്തിലും വനിടിവുണ്ടായി. ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഏകദിന നഷ്ടമാണ് ഇന്ന് ഓഹരി വിപണിയിലുണ്ടായത്. സെൻസെക്സ് 1624 പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 490 പോയിന്റും നഷ്ടം രേഖപ്പെടുത്തി. നിക്ഷേപകരുടെ നഷ്ടം 7 ലക്ഷം കോടിയോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2008 ജനുവരി 21 ശേഷം വിപണി നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിത്. ഊർജ്ജം, എണ്ണ, പ്രകൃതിവാതകം, ഓട്ടോ, മെറ്റൽ, ക്യാപിറ്റൽ ഗുഡ്സ്, IT തുടങ്ങി എല്ലാ മേഖലകളിലും വൻതോതിലുള്ള ഇടിവാണ് നേരിട്ടത്. രൂപയുടെ മൂല്യത്തിലും വൻ ഇടിവുണ്ടായി. ഡോളറിനെതിരെ 66 രൂപ 65 പൈസ എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. 2 വർഷത്തിനിടെ ഇത്രയും താഴ്ന്ന നിരക്കിലേക്ക് രൂപയെത്തുന്നത് ആദ്യമാണ്. US വിപണികളിൽ രൂപപ്പെട്ട കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് സൂചികകളുടെ തകർച്ചയ്ക്കിടയാക്കിയ പെട്ടെന്നുള്ള കാരണം.
ക്രൂഡ് ഓയിൽ വില താഴുന്നതും ചൈനയിലെ വളർച്ചാമാന്ദ്യവും ഗ്രീസിലെ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. അതേസമയം രൂപയുടെ മൂല്യം കുറയുന്നത് നിയന്ത്രിക്കാൻ ആവശ്യമെങ്കിൽ വിദേശ നാണ്യശേഖരം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്.